നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. കാലവർഷക്കെടുതിയുടെ ഭാഗമായി തകർന്ന ഗതാഗത യോഗ്യമല്ലാതായ പുതുക്കാട് മണ്ഡലത്തിലെ 10 ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് ഭരണാനുമതി ലഭിച്ചതായി KK രാമേന്ദ്രൻ ML. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. പരിപാടിയോടനുബന്ധിച്ച് കല്ലൂർ മാവിൻചോട് മുതൽ പാലക്കപ്പറമ്പ് വരെ വിളംബര ജാഥ നടത്തി. മുപ്പിളിയം പാലത്തിൽ വെളിച്ചമില്ലാത്തത് വഴിയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. വെളിച്ചമില്ലാത്തതിനാൽ പരിസരങ്ങളിൽ രാത്രി മാലിന്യം വലിച്ചെറിയുന്നതും പതിവാണെന്ന് പരാതി. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മുപ്പിളിയം മുത്തുമല റോഡിന്റെയും മുത്തുമല ക്ഷേത്ര പരിസരത്തെ മിനി മാസ്റ്റ് ലൈറ്റിന്റെയും ഉദ്ഘാടനം KK രാമേന്ദ്രൻ MLA നിർവഹിച്ചു. കനകമല തേശ്ശേരി ചീക്കാമുണ്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവം ഈ മാസം 31 മുതൽ ഏപ്രിൽ 6 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. കാലവർഷക്കെടുതിയുടെ ഭാഗമായി തകർന്ന ഗതാഗത യോഗ്യമല്ലാതായ പുതുക്കാട് മണ്ഡലത്തിലെ 10 ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് ഭരണാനുമതി ലഭിച്ചതായി KK രാമേന്ദ്രൻ MLA അറിയിച്ചു. തെക്കേത്തുറവ് പള്ളം റോഡ് പുതുക്കാട്, പാലിയക്കര ബൈപ്പാസ് ഹരിജൻ നഗർ റോഡ് നെന്മണിക്കര, കരിപ്പേരി റോഡ് പറപ്പൂക്കര, പള്ളം കനാൽ ബണ്ട് റോഡ് തൃക്കൂർ, PP ജോർജ് മാസ്റ്റർ റോഡ് പുതുക്കാട്, ആറ്റപ്പള്ളിക്കടവ് റോഡ് മറ്റത്തൂർ, 907 ജാറം റോഡ് വരന്തരപ്പള്ളി, സെന്റ് തോമസ് ഹൈസ്കൂൾ കപ്പേള റോഡ് വല്ലച്ചിറ, എരിപ്പോട് കാഞ്ഞൂർ പുതുക്കാട് റോഡ് അളകപ്പനഗർ, പാറക്കമന റോഡ് പുതുക്കാട് എന്നീ റോഡുകളുടെ നവീകരണത്തിനായി 10 ലക്ഷം രൂപ വീതം 1 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിട്ടുള്ളത്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 1 നേതാജി റോഡ് നിർമ്മാണത്തിന് ഭരണാനുമതി ലഭിച്ചതായി KK രാമേന്ദ്രൻ MLA അറിയിച്ചു. മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 39 ലക്ഷം രൂപയാണ് നേതാജി റോഡ് നിർമ്മാണത്തിന് അനുവദിച്ചിട്ടുള്ളത്. തൃശൂർ ജില്ലാ LSGD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് നിർമ്മാണ ചുമതല. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ പ്രഖ്യാപനം നടത്തി. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പോൾസൺ തെക്കുംപീടിക, മിനി ഡെന്നി പനോക്കാരൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മേരിക്കുട്ടി വർഗീസ്, ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജിഷ ഡേവിസ്, സെക്രട്ടറി VV പ്രതീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ഹനിത ഷാജു, ഷീബ നികേഷ്, മായ ചന്ദ്രൻ, കപിൽ രാജ്, മോഹനൻ തൊഴുക്കാട്ട്, ഗിഫ്റ്റി ഡെയ്സൺ, KK സലീഷ്, ലിൻഡോ തോമസ്, മേഴ്സി സക്കറിയ, സൈമൺ നമ്പാടൻ, അജീഷ് മുരിയാടൻ, അനു പനങ്കൂടൻ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ സന്ദീപ് കണിയത്ത, VM സിനീഷ്, VK സുലൈമാൻ, രാഘവൻ മുളങ്ങാടൻ, അനിൽകുമാർ, ജോർജ് താഴേക്കാടൻ, KC പീറ്റർ, CM ഷംസുദ്ദീൻ, ആന്റണി കടവിൽ എന്നിവർ സന്നിഹിതരായി. പരിപാടിയോടനുബന്ധിച്ച് കല്ലൂർ മാവിൻചുവട് മുതൽ പാലക്കപ്പറമ്പ് വരെ വിളംബര ജാഥ നടത്തി. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കുഞ്ഞക്കര 15-ാം വാർഡിനെ മാലിന്യമുക്ത വാർഡായി പ്രഖ്യാപനം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകനാണ് മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തിയത്. പഞ്ചായത്ത് അംഗം പുഷ്പാകരൻ ഒറ്റാലി അധ്യക്ഷത വഹിച്ചു. VO വിദ്യ മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മുപ്പിളിയം സ്കൂൾ പ്രധാനാധ്യാപിക ഉഷ, VO മഞ്ജു, IRTC കോർഡിനേറ്റർ ആര്യ, കില RP EK സത്യൻ എന്നിവർ പ്രസംഗിച്ചു. അളകപ്പനഗർ പഞ്ചായത്തിലെ ആമ്പല്ലൂർ ജംഗ്ഷനിലെ അനധികൃത നിർമ്മാണത്തിന് അനുമതി നൽകിയെന്ന് ആരോപിച്ച് CPM പഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറിയെ ഉപരോധിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇവർക്ക് അനുമതി നൽകിയതെന്നും പ്രസിഡന്റ് രാജിവെക്കണമെന്നും CPM ആവശ്യപ്പെട്ടു. കണ്ണായ സ്ഥലം കെട്ടിടം നിർമ്മിച്ച് അർഹതപ്പെട്ടവർക്ക് നൽകണമെന്ന കമ്മിറ്റി തീരുമാനം ഭരണസമിതിയും സെക്രട്ടറിയും അട്ടിമറിച്ചു. പഞ്ചായത്തിന് വാടക നഷ്ടപ്പെടുത്തുകയും കോടതിയിൽ നടക്കുന്ന കേസ് മീഡിയേഷൻ നൽകി കച്ചവടക്കാർക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്യുകയാണ് പ്രസിഡന്റും സെക്രട്ടറിയും ചെയ്തതെന്ന് സമരക്കാർ ആരോപിച്ചു. അനധികൃത നിർമ്മാണം നിർത്തിവെക്കാൻ പഞ്ചായത്ത് കച്ചവടക്കാരോട് ആവശ്യപ്പെട്ടതോടെയാണ് ഉപരോധം പിൻവലിച്ചതെന്നും സമരക്കാർ അറിയിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ PS പ്രീജു, ശൈലജ നാരായണൻ, സജന ഷിബു, ജിഷ്മ രഞ്ജിത്ത് എന്നിവരാണ് സെക്രട്ടറിയെ ഉപരോധിച്ചത്. CPM ലോക്കൽ സെക്രട്ടറിമാരായ PK വിനോദ്, സോജൻ ജോസഫ്,
ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KN ബിജു, PN ബിനീഷ്, PS വിനോദ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. വർഷങ്ങളായി പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള സ്ഥലം കുറച്ചാളുകൾ വെച്ച് എടുക്കുകയായിരുന്നു. കയ്യേറി താമസിച്ചു വന്നിട്ട് പഞ്ചായത്ത് കേസ് നടത്തിയതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്തിനത് വിധി കിട്ടി. എന്നിട്ടും ചിലരുടെ ഇഷ്ടപ്രകാരം അവിടെ തൊട്ടപ്പുറത്തൊരു പൂക്കടയ്ക്ക് ഒരു 1500 രൂപയാണ് ഒരു മാസം കിട്ടുന്നത്. ഇതുപോലെയുള്ള കണ്ണായ സ്ഥലത്ത് 1500 രൂപ വാടകയ്ക്ക് അവർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ അവർക്ക് പറ്റിയ ആളുകൾക്ക് തോന്നിവാസം ചെയ്യുന്നതിന് എല്ലാവിധ ആനുകൂല്യങ്ങളും അവരുടെ നിന്ന് പറ്റിയിട്ട് അവരുടെ തോന്നിവാസം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതികളാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ കമ്മിറ്റി തീരുമാനം എടുത്തത് പഞ്ചായത്തിന്റെ സ്ഥലം പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ കെട്ടിടം പണിത് കൊടുക്കാമെന്നാണ്. ഇവർക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഈ കെട്ടിടം പണിത് ഇവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് വാടകയ്ക്ക് കൊടുക്കാം എന്നുള്ളൊരു കമ്മിറ്റി തീരുമാനം എടുത്തതാണ്. അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കണേ. ഇപ്പോൾ സെക്രട്ടറിനെ ഇന്നലെ തൊട്ട് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ഒന്ന് വന്ന് നോക്കാൻ പോലും ആൾ തയ്യാറായിട്ടില്ല. അപ്പോൾ അവരുടെ മൗനാനുവാദം കൊണ്ട് മാത്രമാണ് ഇവിടെ ഈ പണി നടക്കുന്നത്. ഇത് പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള പുറമ്പോക്കാണ്. വർഷങ്ങളായിട്ട് ഇവിടെ ഇവർ കടവെച്ച് നടക്കുകയും പഞ്ചായത്ത് കേസ് നടത്തുകയും പഞ്ചായത്തിന് അനുകൂലമായിട്ട് വിധി വരികയും ചെയ്തു. എന്നാൽ ഇന്നത്തെ പ്രസിഡന്റും ആയിരുന്ന ആളുകൾ കോടതിയിൽ പോയി അദാലത്ത് വഴി അവർക്ക് അനുകൂലമായി തീരുമാനമെടുത്ത് കേവലം ഈ കണ്ണായ സ്ഥലത്ത് ഇവിടെ 15,000 രൂപയോളം വാടകയുണ്ട്. ഇവിടെ തൊട്ടടുത്ത കട അവർ ഈ രീതിയിൽ അതിന് നിയമപരമായ സാധ്യതകൾ ഉണ്ടാക്കിയാണ് അഴിമതി നടത്തുന്നത്. വളരെ വിദഗ്ധമാണ്. നമ്മൾ കേട്ടുകേൾവി പോലില്ലാത്ത രീതിയിലാണ് അഴിമതി നടത്തുന്നത്. മുപ്ലിയം പാലത്തിൽ വെളിച്ചമില്ലാത്തത് വഴിയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. വെളിച്ചമില്ലാത്തതിനാൽ പരിസരങ്ങളിൽ രാത്രി മാലിന്യം വലിച്ചെറിയുന്നതും പതിവായിരിക്കുന്നതായി പരാതി ഉയരുന്നു. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ അരനൂറ്റാണ്ട് പിന്നിട്ട മുപ്ലിയം പാലത്തിൽ രാത്രി വെളിച്ചമില്ലാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പാലത്തിൽ വെളിച്ചമില്ലാത്തത് മൂലം കാൽനട യാത്രക്കാർക്ക് വാഹനങ്ങൾ ഓടുമ്പോഴുള്ള വെളിച്ചമാണ് ഏക ആശ്രയം. രാത്രിയായാൽ സ്ത്രീകൾക്കും ട്യൂഷൻ കഴിഞ്ഞു പോകുന്ന വിദ്യാർത്ഥികൾക്കും നടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. രാത്രിയുടെ മറവിൽ സാമൂഹിക വിരുദ്ധരുടെ ശല്യമുണ്ടാകുമോ എന്ന പേടിയാണ് പലർക്കും. 2012 മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ മനുഷ്യാവകാശ പ്രവർത്തകൻ മുപ്ലിയം സ്വദേശി KG രവീന്ദ്രനാഥ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് 40,000 രൂപ KSEBയിൽ അടച്ചാണ് ഇവിടേക്ക് 3 വൈദ്യുതി പോസ്റ്റുകൾ വലിച്ച് പാലത്തിന്റെ രണ്ടറ്റത്തുമായി സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. എന്നാൽ 200 മീറ്റർ നീളം വരുന്ന പാലത്തിൽ ഇപ്പോഴും ഇരുട്ടാണ്. പാലത്തിന്റെ ഒരറ്റത്തുള്ള ഒരു ബൾബിന്റെ വെട്ടം മാത്രമേ ഇവിടെയുള്ളൂ. നിരവധി തവണ അധികൃതർക്ക് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് KG രവീന്ദ്രനാഥ് പറയുന്നു. നമ്മുടെ MLA ഓഫീസിലും അതുപോലെ തന്നെ പഞ്ചായത്തിലും നിരന്തരം അപേക്ഷയും പരാതിയൊക്കെ കൊടുത്തിട്ട് നാളിതുവരെ നടപടിയായില്ല. പക്ഷേ കൗതുകരമായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ മുക്കിലും മൂലയിലും മൈതാനത്ത് പോലും ഹൈമാർട്സ് ലൈറ്റിൽ സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുപ്ലിയം പാലത്തിൽ പ്രകാശപൂരിതമാകാനായിട്ട് ഹൈമാർട്സ് ലൈറ്റ് സ്ഥാപിക്കണം. കാര്യം PW റോഡാണ്. ഒത്തിരി വാഹനങ്ങളും അതുപോലെ തന്നെ കാൽനട യാത്രക്കാരും ഒക്കെ ധാരാളം നടക്കുന്ന ഒരു പ്രദേശമാണ് ഈ മുപ്ലിയം പാലം. പിന്നെ അതുപോലെ തന്നെ മാഞ്ഞൂര് നന്ദിപുരം ഭാഗത്തുനിന്ന് മുപ്ലിയത്ത് ട്യൂഷന് വരുന്ന പെൺകുട്ടികൾ, +2 പഠിക്കുന്ന കുട്ടികളൊക്കെ തനിച്ച് ഒരു 7:30 സമയത്ത് രാത്രിയിൽ ഈ വഴിക്കാണ് പോവുക. അപ്പോൾ തെരുവ് നായ്ക്കളുടെ ശല്യം അതിരൂക്ഷമാണ്. ഏത് സമയത്തും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവാം. അതുകൊണ്ട് ഇവിടെ എത്രയും പെട്ടെന്ന് തന്നെ നല്ല പ്രകാശപൂരിതമായ ലൈറ്റ് ഇവിടെ സ്ഥാപിക്കണം. MP-ക്ക് പരാതി നൽകിയെങ്കിലും പഞ്ചായത്തിന്റെ സമ്മതപത്രം വാങ്ങണമെന്ന് പറഞ്ഞ് നിവേദനം നിരസിക്കുകയായിരുന്നു. തുടർന്ന് സമ്മതപത്രം കിട്ടുന്നതിന് വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറിക്ക് അപേക്ഷ നൽകിയെങ്കിലും 2 മാസത്തോളമായിട്ടും മറുപടി ലഭിച്ചില്ല. ഇരുട്ടിന്റെ മറവിൽ മാലിന്യം വലിച്ചെറിയുന്നതും പതിവായതോടെ പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസിയായ പുരുഷോത്തമൻ പറഞ്ഞു. ഇവിടെ ഈ പാലത്തുമ്മ ഈ ലൈറ്റ് ഇല്ലാത്തത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടെ ഈ ആൾക്കാർ വേസ്റ്റൊക്കെ കൊണ്ടുവിടുന്നുണ്ട്. അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പരമാവധി ഇവിടെ ഒരു നല്ലൊരു വെളിച്ചം നന്നായിട്ടുണ്ടാകാനുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാൻ അധികാരികൾ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം പാലത്തിൽ വഴിവിളക്കുകൾ തെളിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ.
അരനൂറ്റാണ്ട് പിന്നിട്ട മുപ്ലിയം പാലത്തിൽ വഴിവിളക്കുകളില്ലാത്തതിനാൽ രാത്രിയായാൽ പ്രദേശം ഇരുട്ടിലാണ്. രാത്രിയിൽ ഇതിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ മാത്രമാണ് വെളിച്ചത്തിൻ്റെ ഏക സ്രോതസ്. അടിയന്തരമായി അധികൃതരുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും ആവശ്യം. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മുപ്ലിയം മുത്തുമല റോഡിന്റെയും മുത്തുമല ക്ഷേത്ര പരിസരത്തെ മിനി മാസ്റ്റ് ലൈറ്റിന്റെയും ഉദ്ഘാടനം KK രാമേന്ദ്രൻ MLA നിർവഹിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു. പരീക്ഷയുടെ അവസാന ദിനത്തിൽ ക്ലാസ് റൂം മോടി പിടിപ്പിച്ച മാതൃകയായ മുപ്ലിയം GHSS സ്കൂളിലെ SSLC വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹേമലത നന്ദകുമാർ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ റോസിലി തോമസ്, പഞ്ചായത്ത് അംഗങ്ങളായ അജിത സുധാകരൻ, ശ്രുതി രാഗേഷ്, ഇഞ്ചക്കുണ്ട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് VR ബൈജു, ബെന്നി ചാക്കപ്പൻ, ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി എന്നിവർ പ്രസംഗിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 19 ലക്ഷം രൂപ ചിലവിലായിരുന്നു റോഡ് നവീകരിച്ചത്. നമ്മുടെ മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവരുടെ ഈ വർഷത്തെ അധ്യയന വർഷത്തിൻ്റെ അവസാന ദിവസങ്ങൾ വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവൃത്തി സംഘടിപ്പിച്ചിട്ടാണ് അവർ ആ സ്കൂളിൻ്റെ പടിയിറങ്ങിയത്. 2022-23 സാമ്പത്തിക വർഷത്തിൽ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 19 ലക്ഷം തുക വകയിരുത്തിക്കൊണ്ട് മുപ്ലിയം മുത്തുമല അമ്പലം റോഡിൻ്റെ നവീകരണ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മുടെ പുതുക്കാട് നിയോജക മണ്ഡലം MLAയുടെ 2022-23 സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ ഈ മുപ്ലിയം റോഡിൻ്റെ ഉദ്ഘാടന ചടങ്ങിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഉപകരണങ്ങളും അതുപോലെ തന്നെ ക്ലാസ് റൂമുകളെല്ലാം ശുചീകരിക്കുകയും പെയിന്റ് അടിക്കുകയും ചെയ്ത് അത് ഈ കേരളം മുഴുവൻ അറിയുന്ന രീതിയിൽ വൈറലാകുകയും എല്ലാ മീഡിയകളും. കനകമല തേശ്ശേരി ചീക്കാമുണ്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉത്സവം മാർച്ച് 30 മുതൽ ഏപ്രിൽ 6 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 31-ന് പ്രതിഷ്ഠാ ദിനവും ദ്രവ്യകലശാഭിഷേകം, ധർമ്മദൈവ സംഗമവും വൈകിട്ട് 7 മണിക്ക് കൊടിയേറ്റവും നടക്കും. ഏപ്രിൽ 1-ന് രാവിലെ പൊങ്കാല, നാടൻപാട്ട്, ദേവിക്ക് കളംപാട്ട്, ദേശഗുരുതി എന്നിവയും ഉണ്ടായിരിക്കും. ഏപ്രിൽ 2-ന് കളഭാഭിഷേകം, വീണക്കച്ചേരി, നൃത്തസന്ധ്യ എന്നിവയും ഉണ്ടാകും. ഏപ്രിൽ 3-ന് സമ്പൂർണ്ണ നാരായണീയ പാരായണം, വൈകിട്ട് സർപ്പക്കളം, സർപ്പം തുള്ളൽ, സർപ്പബലിയും. ഏപ്രിൽ 4-ന് ഉത്സവബലി, ഭക്തിഗാനസുധ, കലാവിരുന്നും ഉണ്ടായിരിക്കും. ഏപ്രിൽ 5-ന് പള്ളിവേട്ട, രാവിലെ 9:30-ന് സീവേലി, ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് എഴുന്നള്ളിപ്പ്, 8 മണിക്ക് പള്ളിവേട്ടയും. ഏപ്രിൽ 6-ന് രാവിലെ 8 മണിക്ക് ആറാട്ടും നടക്കും. കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് MP ശിവൻ, ദേവസ്വം സെക്രട്ടറി PS ജയകുമാർ, രക്ഷാധികാരി KI പുരുഷോത്തമൻ, ജോയിന്റ് സെക്രട്ടറി KR നാരായണൻ എന്നിവർ പങ്കെടുത്തു. കൊടകര കുഴൽപ്പണ കേസിൽ BJP നേതാക്കളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ED സ്വീകരിക്കുന്നതെന്ന് ആരോപിച്ച് CPM മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് അവിട്ടപ്പള്ളിയിൽ നടന്ന പ്രതിഷേധ പൊതുയോഗം CPM ഏരിയ കമ്മിറ്റി അംഗം MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. PK കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CV രവി, TA ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. എച്ചിപ്പാറ ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ 13 പ്രവർത്തനയിടങ്ങളോടുകൂടിയ സ്റ്റാർസ് പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം പദ്ധതി സ്കൂളിന് സമർപ്പിച്ചു. KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ വിശിഷ്ട സാന്നിധ്യമായി. SSKയുടെയും കൊടകര BRCയുടെയും നേതൃത്വത്തിൽ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടുകൂടിയാണ് വർണ്ണക്കൂടാരം പൂർത്തിയാക്കിയത്. വയനാട് ദുരന്തബാധിതരുടെ കണ്ണീരൊപ്പാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈത്താങ്ങുമായി പാലപ്പള്ളി തോട്ടം തൊഴിലാളികളും തോട്ടം മേഖലയിലെ CITU, AITUC, BMS യൂണിയൻ തൊഴിലാളികൾ സമാഹരിച്ച 2,68,692 രൂപ KK രാമേന്ദ്രൻ MLA ഏറ്റുവാങ്ങി. AITUC നേതാവ് KK രവി അധ്യക്ഷനായി. CITU കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ, PG വാസുദേവൻ നായർ, ആലി കുണ്ടുവായിൽ, PM ആലി, PS സത്യൻ, PT ജോയ് എന്നിവർ പ്രസംഗിച്ചു. അവിട്ടപ്പള്ളി ചാഴിക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവം ഏപ്രിൽ 1-ന് ആഘോഷിക്കും. ഇതോടനുബന്ധിച്ച് 31-ന് രാവിലെ 8-ന് പൊങ്കാല സമർപ്പണം നടക്കും.
1 രാവിലെ 5 ഗണപതി ഹോമം, 7 കലശാഭിഷേകം, 9 പൂരം എഴുന്നള്ളിപ്പ്, പഞ്ചാരിമേളം, വൈകിട്ട് 4 കാഴ്ചശീവേലി, പാണ്ടിമേളം, 7 സഹസ്രദീപം, 9 ചാഴിക്കാട് ദേശത്തിന്റെ ശിങ്കാരിമേളം, 11 തേവർപ്പാടം ദേശത്തിന്റെ വരവ്, 12 കാളകളി എന്നിവയുണ്ടാകും. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി എറന്നൂർ ശശി നമ്പൂതിരി, മേൽശാന്തി തേശ്ശേരി ഹരിശാന്തി എന്നിവർ കാർമ്മികത്വം വഹിക്കും. പെരുവനം ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി ഏപ്രിൽ 9 നടത്തുന്ന തൊട്ടിപ്പാൾ ഭഗവതി ക്ഷേത്രത്തിലെ പകൽപൂരത്തോടനുബന്ധിച്ചുള്ള കാർത്തിക പുറപ്പാട് ഏപ്രിൽ 1 നടക്കും. തന്ത്രിമാരായ പയ്യപ്പള്ളി മാധവൻ നമ്പൂതിരി, തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ, വടക്കേടത്ത് പെരുമ്പടപ്പ് കേശവൻ നമ്പൂതിരി എന്നിവർ കാർമ്മികരാകും. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, പഞ്ചഗവ്യം, നവകാഭിഷേകം, അത്താഴപൂജ, ശ്രീഭൂതബലി, തായമ്പക എന്നിവയ്ക്ക് ശേഷം പുറപ്പാടിനായി പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നു. 5 ഗജവീരന്മാരെ അണിനിരത്തി വിളക്കാചാരവും തുടർന്ന് പെരുവനം സതീശന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളവും ഉണ്ടായിരിക്കും. പൂക്കോട് ഭഗവതിക്കാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം തിങ്കളാഴ്ച ആഘോഷിക്കും. പുലർച്ചെ 5 ഗണപതി ഹോമം, രാവിലെ 6 മുതൽ ശുദ്ധികലശം, ശ്രീഭൂതബലി തുടങ്ങിയ താന്ത്രിക ചടങ്ങുകൾ. രാവിലെ 9 എഴുന്നള്ളിപ്പ്, ഉച്ചയ്ക്ക് 11:30 പ്രസാദ ഊട്ട്, വൈകിട്ട് 6:30 ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക് തുടർന്ന് ഗുരുതിത്തർപ്പണം ഉണ്ടായിരിക്കുന്നതാണ്. കല്ലൂർ മുട്ടിത്തടി ശ്രീശക്തി ദേവി മഹാക്ഷേത്രത്തിലെ ആണ്ടു മഹോത്സവം ഞായറാഴ്ച ആഘോഷിക്കും. ഉത്സവ ദിനത്തിൽ രാവിലെ 5 ഗണപതി ഹോമം, 7 നാദസ്വരം, ഉഷപൂജ, 8 നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം, 8:30 കാഴ്ചശീവേലി, ഉച്ചതിരിഞ്ഞ് 4:30 എഴുന്നള്ളിപ്പ്, വൈകിട്ട് 7 നിറമാല, ദീപാരാധന, നാദസ്വരം, 7:45 ക്ഷേത്രം നടക്കൽ, തായമ്പക എന്നിവയാണ് പരിപാടികൾ. ജില്ലാ CBSE നൽകുന്ന അധ്യാപക പുരസ്കാരം AD ഷാജു മാസ്റ്റർക്ക്. അധ്യാപനം, സംഘാടനം, എഴുത്ത്, സാമൂഹ്യ സേവനം, മീഡിയ എന്നീ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് പുരസ്കാരം. ദേവമാതാ സ്കൂളിലെ +2 അധ്യാപകനാണ്. അതിരൂപത പാസ്റ്റൽ കൗൺസിൽ അജണ്ട കമ്മിറ്റി അംഗവും അതിരൂപത സീനിയർ CLC ജനറൽ കോർഡിനേറ്ററുമാണ്. 20 പുസ്തകങ്ങളുടെ രചയിതാവാണ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട്. സംസ്ഥാന PTA മികച്ച മലയാള ഭാഷ അധ്യാപക പുരസ്കാര ജേതാവ് കൂടിയാണ്. ദേശീയ തലത്തിൽ ഭാരത് എക്സലൻസ് പുരസ്കാരവും സ്വർണ്ണ മെഡൽ ലഭിച്ച എഴുത്തുകാരനാണ്. 25 വർഷമായി അധ്യാപകനായി സേവനം ചെയ്യുന്നു. മലയാളത്തിലും ജേർണലിസത്തിലും MA-യും B.Ed-ഉം കരസ്ഥമാക്കിയിട്ടുണ്ട്. 20 വർഷമായി മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നു. സ്വപ്നം, മക്കൾക്കൊപ്പം, അമ്മ മാലാക എന്നീ ശ്രദ്ധേയമായ പുസ്തകങ്ങളാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് ലഹരി വിരുദ്ധ സായാഹ്ന സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PG രഞ്ജിമോൻ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി TM ഉമേഷ് ബാബു ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. VM ഷാജഹാൻ, ബൈജു പള്ളിപ്പാടൻ, ടൈറ്റസ് കട്ടക്കയം, ഫൗസിയ ഷാജഹാൻ, VG സതീഷ് എന്നിവർ നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ നവീകരിച്ച ആമ്പലൂർ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനവും വായ്പാമേളയും ഏപ്രിൽ 1 രാവിലെ 11 നടക്കും. സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് CK ഷാജി മോഹനൻ ഉദ്ഘാടനം ചെയ്യും. തിലകൻ പൊയ്യാറ അധ്യക്ഷത വഹിക്കും. അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷത വഹിക്കും. ITU ബാങ്ക് ചെയർമാൻ MP ജാക്സൺ വായ്പാമേള ഉദ്ഘാടനം ചെയ്യും. ആമ്പല്ലൂർ കുണ്ടുകാവ് ദേവസ്വം തെക്കേഗോപുരം കോംപ്ലക്സിന്റെ മുൻവശമാണ് ആമ്പല്ലൂർ ബ്രാഞ്ച് ആരംഭിക്കുന്നത്. ദേശമംഗലം കൊണ്ടയൂരിൽ മദ്യലഹരിയിൽ അമ്മയെ മകൻ തല്ലിച്ചതച്ചു. കൊണ്ടയൂർ സ്വദേശി സുരേഷാണ് അമ്മ ശാന്തയെ ചീമക്കൊന്നയുടെ വടികൊണ്ട് തല്ലിച്ചതച്ചത്. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. രാവിലെ അയൽവാസികളാണ് സംഭവം പുറത്തറിയിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റ് കിടന്നിരുന്ന ശാന്തയെ പോലീസ് എത്തി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. സുരേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സുരേഷ് 2 കൊല്ലം മുൻപ് ജ്യേഷ്ഠനെ കൊന്ന കേസിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ ജാഗ്രതാ സമിതി വനിതാ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഒരു കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്ററെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. വുമൺ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, സൈക്കോളജി, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ബിരുദാനന്ത ബിരുദം വേണം. അപേക്ഷകൾ 35 വയസ്സിന് താഴെ പ്രായമുള്ളവരായിരിക്കണം. അപേക്ഷകൾ ഏപ്രിൽ 10 ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപായി തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9645212660. LBS സെന്ററിന്റെ തൃശൂർ മേഖലാ കേന്ദ്രത്തിൽ ഏപ്രിലിൽ വേനലവധിക്കാല കോഴ്സുകൾ ആരംഭിക്കുന്നു.
ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓൺ വെബ് ഡിസൈനിങ് യൂസിംഗ് HTML ആൻഡ് CSS, ഡിജിറ്റൽ ലിറ്ററസി സർട്ടിഫിക്കേഷൻ, ജൂനിയർ പ്രോഗ്രാമർ കോഴ്സ് യൂസിംഗ് പൈതോൺ എന്നീ ഹ്രസ്വകാല കോഴ്സുകളും SSLC യോഗ്യതയുള്ളവർക്കായി സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ പൈതോൺ, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് യൂസിംഗ് C++, ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം, ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ ഇംഗ്ലീഷ്, ഡിജിറ്റൽ ഓഫീസ് എസെൻഷ്യൽസ് വിത്ത് ടാലി ആൻഡ് മലയാളം ടൈപ്പിംഗ് സ്കിൽസ് എന്നീ ഹ്രസ്വകാല പ്രൊഫഷണൽ കോഴ്സുകളുമാണ് തുടങ്ങുന്നത്. +2 യോഗ്യതയുള്ളവർക്ക് 6 മാസത്തെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കായി കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആൻഡ് GST യൂസിംഗ് ടാലി ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്നീ കോഴ്സുകളും നടത്തും. പൊതുപരീക്ഷ എഴുതി ഫലത്തിനായി കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. ഫോൺ 0487 2250 751, 9447918589, മറ്റൊരു നമ്പർ 7559935097. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8360 രൂപയും പവന് 66,880 രൂപയും രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കാലവർഷക്കെടുതിയുടെ ഭാഗമായി തകർന്ന ഗതാഗത യോഗ്യമല്ലാതായ പുതുക്കാട് മണ്ഡലത്തിലെ 10 ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് ഭരണാനുമതി ലഭിച്ചതായി KK രാമേന്ദ്രൻ ML. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. പരിപാടിയോടനുബന്ധിച്ച് കല്ലൂർ മാവിൻചോട് മുതൽ പാലക്കപ്പറമ്പ് വരെ വിളംബര ജാഥ നടത്തി. മുപ്ലിയം പാലത്തിൽ വെളിച്ചമില്ലാത്തത് വഴിയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. വെളിച്ചമില്ലാത്തതിനാൽ പരിസരങ്ങളിൽ രാത്രി മാലിന്യം വലിച്ചെറിയുന്നതും പതിവാണെന്ന് പരാതി. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മുപ്ലിയം മുത്തുമല റോഡിന്റെയും മുത്തുമല ക്ഷേത്ര പരിസരത്തെ മിനി മാസ്റ്റ് ലൈറ്റിന്റെയും ഉദ്ഘാടനം KK രാമേന്ദ്രൻ MLA നിർവഹിച്ചു. കനകമല തേശ്ശേരി ചീക്കാമുണ്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവം ഈ മാസം 31 മുതൽ ഏപ്രിൽ 6 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.